പാലക്കാട് ആനക്കരയിൽ ചെങ്കൽ ക്വാറിക്ക് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആനക്കര താണിക്കുന്ന് സ്വദേശി 32-കാരൻ മിഥുൻ മനോജിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടല്ലൂരിൽ ആളൊഴിഞ്ഞ ചെങ്കൽ ക്വാറിക്ക് സമീപം 30 അടിയോളം താഴ്ചയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. യുവാവിന്റെ ബൈക്കും ചെരുപ്പുകളും സമീപത്ത് നിന്ന് കണ്ടെത്തി. മിഥുനും സുഹൃത്തും ഞായറാഴ്ച ക്വാറി പരിസരത്തെത്തിയിരുന്നു. കുടിവെള്ളം വാങ്ങാനായി പോയി തിരിച്ചു വന്നപ്പോഴേക്കും മിഥുനെ കാണാതായി. രാത്രി വൈകിയും വീട്ടിലെത്താതായതോടെ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് യുവതിയെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച ബസ് ഡ്രൈവർ അറസ്റ്റിൽ. ചിയ്യാറം സൗത്ത് മുനയം സ്വദേശി മേനോത്ത് പറമ്പിൽ വീട്ടിൽ അക്ഷയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരി സ്ഥിരമായി ജോലിക്ക് പോകുന്നത് അക്ഷയ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ബസ്സിലാണ്. ബസ്സിലെ പരിചയത്തിന് പിന്നാലെ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായി. പിന്നാലെ അതിജീവിതയെ വിവാഹ വാഗ്ദാനം നൽകി തൃശൂർ നഗരത്തിലെ ഒരു ലോഡ്ജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രതി മയക്കിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. ഈ മാസം 17-നായിരുന്നു സംഭവം. ലോഡ്ജിലെത്തി മുറിയെടുത്ത ശേഷം യുവതിക്ക് അക്ഷയ് കുടിക്കാൻ ഒരു പാനീയം നൽകി. ഇതോടെ പാതി മയക്കത്തിലായ യുവതിയെ പ്രതി പീഡിപ്പിക്കുകയായിരുന്നു. വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനാൽ യുവതി അന്ന് പരാതി നൽകിയിരുന്നില്ല. എന്നാൽ പ്രതിക്ക് മറ്റ് സ്ത്രീകളുമായി അടുപ്പമുള്ളത് കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ പരാതിക്കാരിയെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തു. ഇതോടെ യുവതി പോലീസിനെ സമീപിക്കുകയായിരുന്നു. വയോധികയെ വെട്ടിയ ഗുണ്ടാ സംഘത്തിലെ അംഗം അറസ്റ്റിൽ. പെരിങ്ങോട്ടുകര സ്വദേശി കാതിക്കുടത്ത് വീട്ടിൽ ലീലയെ വെട്ടി കേസിലാണ് വടക്കുമുറി സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ 31-കാരൻ ശ്രിബിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രിബിനെ ആദിത്യകൃഷ്ണ എന്ന യുവാവ് അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ആദിത്യകൃഷ്ണയുടെ വല്യമ്മയായ ലീലയെ ആക്രമിക്കാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ഗുണ്ടയുമായ കായ്ക്കുരു രാഗേഷിന്റെ സംഘത്തിലെ അംഗമാണ് ശ്രിബിൻ. കായ്ക്കുരു രാഗേഷിന്റെ സംഘത്തിലെ പെരിങ്ങോട്ടുകര സ്വദേശി ആദിത്യകൃഷ്ണയെ അസഭ്യം പറഞ്ഞതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. തൃശൂർ കൂട്ടാലയിൽ അച്ഛനെ കൊന്ന് ചാക്കിലാക്കി ഉപേക്ഷിച്ച മകൻ പിടിയിൽ. കൂട്ടാല സ്വദേശി സുന്ദരനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ മൂത്ത മകൻ സുമേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുത്തൂർ എന്ന സ്ഥലത്താണ് സുമേഷ് താമസിച്ചിരുന്നത്. രാവിലെ സുന്ദരന്റെ 2ാമത്തെ മകനും കുടുംബവും പുറത്തുപോയിരുന്നു. ആ സമയത്താണ് സുമേഷ് വീട്ടിലേക്ക് വന്നത്. സുന്ദരന്റെ മകളുടെ മക്കൾ ഇതേ വീട്ടിലായിരുന്നു താമസം. ഇവർ ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നപ്പോൾ മുത്തശ്ശനെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വീടിനടുത്ത പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്ക് തർക്കം വീട് കയറി ആക്രമണത്തിൽ കലാശിച്ചു. ബസ്സിൽ വച്ചുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. +2 വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥികൾ വീട് കയറി ആക്രമിക്കുകയായിരുന്നു. പാലൂട് ഇളവട്ടം സ്വദേശി ബാദുഷയുടെ മകൻ ആസിഫിനാണ് മർദ്ദനമേറ്റത്. ആസിഫിന്റെ തല വിദ്യാർത്ഥികൾ ഇടിവള ഉപയോഗിച്ച് ഇടിച്ചു പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ ആസിഫിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു.